മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 18/6/1988 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂയമാണ് നക്ഷത്രം. പൂയം 4-ാം പാദം. ലഗ്നത്തിൽ ബുധൻ, അതായത് ഇടവ ലഗ്നം. ലഗ്നത്തിൽ ബുധൻ, ശുക്രൻ, 2-ൽ സൂര്യൻ, 3-ൽ ചന്ദ്രൻ, 4-ൽ കേതു, 5, 6, 7 ഭാവങ്ങൾ ശൂന്യം, 8-ൽ ശനി, 9 ശൂന്യം, 10-ൽ കുജൻ, രാഹു, 11-ൽ ഗുളികൻ, 12-ൽ വ്യാഴം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ പറയാം, ഇടവ ലഗ്നം, ലഗ്നത്തിൽ ശുക്രൻ, മാളവ്യ യോഗം അതിഗംഭീരമായിട്ടുള്ള ഒരു യോഗം തന്നെയാണ്, പ്രബല യോഗം തന്നെയാണ് മാളവ്യ യോഗം. ലഗ്നത്തിലൊക്കെ പൊതുവെ മോശം ദൃഷ്ടികൾ ഒന്നും ഇല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഇവിടെ ഗുളികൻ്റെ സാന്നിധ്യമോ അതല്ല എങ്കിൽ രാഹുവിൻ്റെയോ ശനിയുടെയോ ഒന്നും സാന്നിധ്യമോ ഒന്നും തന്നെ മേൽ പറഞ്ഞ ശുക്രൻ നിൽക്കുന്ന ഇടത്തേക്ക്, പ്രത്യേകിച്ച് മാളവ്യ മഹായോഗം കൊടുക്കുന്ന ശുക്രനിലേക്ക് വരുന്നില്ല. അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് 10-ൽ രാഹുവിനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 4-ാം ദൃഷ്ടി വരുന്നത് മാത്രമാണ്. അപ്പോൾ ആ ഒരു മൈനസ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ഒരു യോഗം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ വ്യക്തിക്ക് അതിനനുസൃതമായിട്ടുള്ള ഒരു ജീവിതശൈലി തന്നെയാണ് നിലവിലുള്ളത്. അത് ശുക്രദശ നടക്കുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ കിട്ടാറുള്ള ഒരു രീതി എന്ന് പറയുന്നത്, മാളവ്യ യോഗം കൊടുത്ത് ശുക്രൻ നിൽക്കും, പക്ഷേ ശുക്രദശ ഉണ്ടാവില്ല. അതല്ല എങ്കിൽ ഹംസയോഗം കൊടുത്ത് വ്യാഴം നിൽക്കും, പക്ഷേ ഹംസയോഗം കൊടുത്ത് വ്യാഴം നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സമയത്തൊന്നും തന്നെ ആ ദശ വരില്ല. ആ ദശയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായി പോകുന്ന, ധാരാളം നേട്ടങ്ങൾക്ക്, സമ്പത്ത് ഒക്കെ കൊയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അത്തരം യോഗങ്ങൾ കാണാറുണ്ട്. ഇദ്ദേഹത്തിന് ഭാഗ്യവശാൽ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും സുഹൃത്ത് ഗ്രഹമായിട്ടുള്ള ബുധൻ നിൽക്കുകയും അതിനോടൊത്ത് ശുക്രദശ 2016 തൊട്ട് 36 വരെ വരികയും ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ബിസിനസ് താല്പര്യങ്ങൾ, അതേപോലെ തന്നെ ലക്ഷറി, അതേപോലെ തന്നെ ആഡംബര വീടുകൾ പോലെയുള്ള കാര്യങ്ങൾക്ക്, പ്രശസ്തി, അതേപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രബല ഗ്രഹം തന്നെയാണ് ശുക്രൻ. പ്രത്യേകിച്ചും മോശം, ഇപ്പോൾ ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഗുളികനോടൊത്ത് മാളവ്യ യോഗം കൊടുക്കുന്ന ശുക്രനാണെങ്കിൽ അത് സൂക്ഷിക്കണം, അങ്ങേയറ്റം സൂക്ഷിക്കണം. കാര്യം വിവാഹകാരക ഗ്രഹം കൂടാണ് ശുക്രൻ. അപ്പോൾ ഗുളികനോടൊത്തൊക്കെ നിൽക്കുന്ന ശുക്രനാണ് എങ്കിൽ മാളവ്യ യോഗമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതീവ ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ പൂയം നക്ഷത്രമാണ്. 3-ലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതും വലിയ തെറ്റില്ലാത്ത രീതിയിലാണ് ചന്ദ്രൻ്റെ നിൽപ്പ്. രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇദ്ദേഹത്തിന് ലഗ്നം സേഫായതുകൊണ്ടും ലഗ്നാധിപന് ബലമുള്ളത് കൊണ്ടും ഒരു ഗ്രഹനില എടുക്കുന്ന സമയത്ത് കുറേ നെഗറ്റീവ്സ് ഉള്ള ഒരു ഗ്രഹനിലയാണെന്ന് വെക്കുക. ലഗ്നാധിപൻ വളരെ സേഫായിട്ട് ബലത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാറുണ്ട്. അതേസമയം നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ നിൽക്കുകയും ലഗ്നാധിപൻ അതിവീക്കായിട്ട് ഏറ്റവും മോശമായിട്ട് ഒരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കുക ഒരല്പം, ഒരു മോശം ദശയും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുക ഒരല്പം അസാധ്യമാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ അടിക്കടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10-ൽ കുജൻ, രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ ജോലി ചെയ്യുക, പണം സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി, എപ്പോഴും വർക്കഹോളിക്കായിട്ട് ചിന്തിക്കുക എന്ന് വെച്ചാൽ ഗുണമുള്ള കാര്യങ്ങളിൽ, അത് ചിലപ്പോൾ എത്തിക്സിന് ചേർന്നതോ അല്ലാത്തതോ ആയാൽ തന്നെ പണം, വർക്ക് ചെയ്യുക, തൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുക, അതിൽ നിന്ന് പണം നേടുക. 2-ാം ഭാവാധിപൻ കൂടാണ് ഇവിടെ ബുധൻ ശുക്രനോടൊത്ത് നിൽക്കുന്നത്. 2-ൽ സൂര്യനും നിൽക്കുന്നു. അപ്പോൾ ഇത്തരമൊരു രീതി, പണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ കാണുകയും അതിനനുസരിച്ച് ഗുണവും നേട്ടവും ഒക്കെ വരുന്ന ഒരു രീതി, ജോലി സംബന്ധമായിട്ടൊക്കെ ഇദ്ദേഹം നിലവിൽ അത്തരം നല്ല രീതിയിൽ തന്നെ വളരെ സമ്പത്തോടു കൂടി തന്നെ വലിയ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് ഒരു പരിധിവരെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇദ്ദേഹം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം നടത്തി കിട്ടുന്നതിനുള്ള ഗുണവും നേട്ടവും മെച്ചവും ലാഭവും ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് പൊതുവേ ഇദ്ദേഹത്തിനുള്ളത്. പിന്നെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ വ്യാഴം നിൽക്കുന്നത് 12-ലാണ്. 6, 8, 12 വ്യാഴത്തെ സംബന്ധിച്ച് അത്ര നല്ല പൊസിഷൻസ് അല്ല. അവിടേക്ക് വ്യാഴത്തിൻ്റെ തന്നെ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടി വ്യാഴത്തിലേക്ക് വരുന്നുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വ്യാഴം, അതായത് ഗുരുവിൻ്റെ അപഹാരം നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2028 നവംബർ 24 വരെയുള്ള സമയമൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണെന്ന് വെച്ചാൽ,
അപ്പോൾ ഈ കുജൻ രാഹുവൊക്കെ നിൽക്കുന്ന സമയത്ത് ജോലി സംബന്ധമായിട്ട് വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തിടുക്കം കാണിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ തിടുക്കം കാണിക്കുന്നതിൽ ഒരല്പം, പ്രത്യേകിച്ച് ശനിയുടെ 3ാം ദൃഷ്ടി കൂടെ തൊഴിൽ സ്ഥാനത്തേക്ക് ലഗ്നാൽ 10ലേക്ക് വരുന്നത് കൊണ്ട് ഈ തിടുക്കം കാണിക്കുന്ന സ്വഭാവം ഇത്തരം സമയങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. എന്ന് വെച്ചാൽ അബദ്ധങ്ങൾ പറ്റുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ട് എന്ന് ഉറപ്പാക്കി വേണം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം സമയങ്ങളിൽ ഇത്തരം അപഹാരങ്ങളെ കാണാനായിട്ടും കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും. അതുപോലെ തന്നെ ഭാഗ്യവശാൽ ഇദ്ദേഹത്തിൻ്റെ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ്. അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്, 12ലാണ് എന്നിരുന്നാൽ തന്നെയും ഏതൊരാളുടെയും ഭാഗ്യകാരക ഗ്രഹമാണ് വ്യാഴം. അത്തരം വ്യാഴത്തിൻ്റെ 9ാമത് ദൃഷ്ടി ശനിയിലേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കോൺടാക്ട്സ്, അതല്ല എങ്കിൽ അത്തരം നെറ്റ്വർക്കിംഗ് കാര്യങ്ങൾ, അതേപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ സ്വാധീനശേഷി കൊണ്ട് കാര്യങ്ങൾ നേടുന്ന രീതി, ഇതെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ ഗ്രഹനില. അത് തന്നെയാണ് അദ്ദേഹം നിലവിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതിനിയും കൂടുകയേ ഉള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ, അതായത് കുജൻ രാഹു 10ൽ നിൽക്കുന്നു, തിടുക്ക സ്വഭാവം കാണിക്കും, എടുത്തുചാട്ടം എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം നേടുക എന്ന് പറയുന്ന ഒരു രീതി കാണിക്കുന്ന സമയത്ത് ശനിയുടെയും കൂടെ ദൃഷ്ടി അവിടെ പരിഗണിക്കേണ്ടതാണ്. ആ സമയത്ത് ഈ എടുത്തുചാട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റാനുള്ള ഒരു സാധ്യതയും അവിടെ തള്ളിക്കളയാനാവില്ല. അതിന് വേണ്ടുന്ന ഒരു പ്ലാൻ ബി കൂടെ കയ്യിൽ കരുതി പോയി കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളെ വളരെ സിമ്പിൾ ആൻഡ് സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആണ് പൊതുവേ ഗുളികൻ്റെ ഏതൊരു ഗ്രഹനിലയിലെയും അവസ്ഥ എന്ന് പറയുന്നത്. അതിൽ 11ലൊക്കെ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ, 6ലും 11ലുമൊക്കെ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഗുളികൻ 11ൽ നിൽക്കുമ്പോഴും 12ലേക്ക് തൻ്റെ 2ാമത്തെ ദൃഷ്ടിയും 10ലേക്ക് തൻ്റെ 12ാമത്തെ ദൃഷ്ടിയും കൊടുക്കും. അപ്പോൾ ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്ട്രെസ്സ്, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ തന്നെയും അതിനെ ഒരു ശ്രദ്ധ കൊടുത്ത് കൈകാര്യം ചെയ്ത് പോവുക. പ്രത്യേകിച്ച് ഗുളികൻ്റെ തന്നെ ദൃഷ്ടിയുള്ള വ്യാഴത്തിൻ്റെയൊക്കെ അപഹാര സമയങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടത് ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ 5, 6, 7 ഏഴാം ഭാവാധിപനായിട്ടുള്ള കുജനാണ് രാഹുവിനോടൊത്ത് 10ൽ നിൽക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലും ഒരു ശ്രദ്ധ, തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പരമാവധി അത് ഒഴിവാക്കി നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. മാത്രവുമല്ല ഇത്തരം ആളുകൾക്ക് ഈ ബുധൻ, ശുക്രൻ ലഗ്നാൽ 7ലേക്ക് ദൃഷ്ടി കൊടുക്കുന്നു, നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് ശുഭ ദൃഷ്ടി തന്നെയാണ് ശുക്രൻ 7ലേക്ക് കൊടുക്കുന്നത്. അത് ഗുളികനോടൊത്തൊക്കെ നിന്ന് കൊടുത്താൽ മാത്രമാണ് സാഹചര്യം മോശമാകാറുള്ളതും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടേറിയ വിവാഹ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാറുള്ളതും. ഇവിടെ 10ാം ഇടത്ത് രാഹുവിനോടൊത്ത് ശനിയുടെ ദൃഷ്ടിയിൽ 7ാം ഭാവാധിപൻ നിൽക്കുന്നു. പക്ഷേ 7ൽ പ്രത്യേകിച്ച് മോശമായിട്ടുള്ള അവസ്ഥകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ പിടിച്ചു നിന്ന് പോകാനും പറ്റും കൃത്യമായിട്ട്. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഒക്കെ കാണുന്ന അവസ്ഥ, അല്ലെങ്കിൽ ദൂരം, അല്ലെങ്കിൽ യാത്രകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവസ്ഥയൊക്കെ ഉണ്ടാകാം. അതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ നെഗറ്റീവായിട്ടൊന്നും കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അതിൽ പേടിക്കേണ്ടുന്ന കാര്യവും വരുന്നില്ല. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ശുക്രദശ എന്ന് പറയുന്നത് 2036 2036-ലാണത് അവസാനിക്കുന്നത്. 2016-ൽ തുടങ്ങി 2036-ൽ അവസാനിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈം കണക്കാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ജീവിതത്തിന് ആവശ്യവും അതിൽ കൂടുതലും വേണ്ടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും തന്നെ ധനപരമായിട്ടും സമ്പത്ത് സംബന്ധമായിട്ടും എല്ലാം തന്നെ ആഡംബര സംബന്ധമായിട്ടും എല്ലാം തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ശുക്രദശ തന്നെയാണ്. അതിൽ പകുതിയും ഏതാണ്ട് അദ്ദേഹം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള വഴി തന്നെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതും ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതെല്ലാം വളരെ നല്ലത് തന്നെയാണ്. ശുക്രനെയൊക്കെ കിട്ടുന്നെങ്കിൽ പൊതുവേ മോശം ദൃഷ്ടികളൊന്നുമില്ലാതെ ഇതേപോലെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം നല്ലതാണ്. ശുക്രദശയും കൂടെ കിട്ടിയാൽ അതിഗംഭീരം തന്നെയാണ്. മാളവ്യ യോഗം വളരെ ശക്തമായിട്ടുള്ള യോഗമാണ്. ഹംസയോഗം, അതല്ലെങ്കിൽ രുചകയോഗം, ശശയോഗം പോലെ, ഭദ്രായോഗം പോലെ ഏറ്റവും ശക്തമായിട്ടുള്ള, ഹംസയോഗം പോലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു യോഗം തന്നെയാണ് ഈ പറയുന്ന ശുക്രനെ കൊണ്ടുള്ള മാളവ്യ യോഗം എന്ന് പറയുന്നത്. അത് കിട്ടേണ്ടുന്ന സമയത്താണ് കിട്ടുന്നത് എങ്കിൽ ഏറ്റവും അതിഗംഭീരമായിട്ട് ധാരാളം ആളുകൾക്ക് വർക്കായി കാണാറുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശനി ദശയിലാണ് ജനിച്ചത്. പൂയമാണ് നക്ഷത്രം, 92 വരെ ശനി, അതിനുശേഷം 2009 വരെ ബുധൻ, അതിനുശേഷം 2016 വരെ കേതു, അതിനുശേഷം 2036 വരെ 20 കൊല്ലക്കാലമാണ് നേരത്തെ പറഞ്ഞ ശുക്രൻ, അതിനുശേഷം 6 കൊല്ലം സൂര്യൻ, അതിനുശേഷം
2052 വരെ 10 കൊല്ലം ചന്ദ്രൻ, ശേഷം ചൊവ്വ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശുക്രനിൽ ഗുരുവാണ്. 26/3/2026 തൊട്ട് നേരത്തെ പറഞ്ഞു 2028 നവംബർ 24 വരെ. അപ്പോൾ ഈ ഗുരു 12-ൽ നിൽക്കുകയും വ്യാഴം 12-ൽ നിൽക്കുകയും ഗുളികൻ്റെ ദൃഷ്ടി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തെ പ്രത്യേകിച്ചൊരു ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുക. ഭയക്കണമെന്നോ അതല്ലെങ്കിൽ അതീവ സൂക്ഷ്മതയോടെ കാണണമെന്നോ ഒന്നുമല്ല, അബദ്ധങ്ങൾ പറ്റുന്നില്ല, ഒരു ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനെന്നൊരു കാര്യം മാത്രം തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.